നമസ്കാരം. CPM-ന്റെ പാർട്ടി നേതൃത്വം അടിമുടി ഒരു മാറ്റത്തിന്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെയാണ് വിശാല പാർട്ടി യോഗം സംസ്ഥാന സമിതിയിൽ വിളിച്ചു ചേർക്കുവാൻ വേണ്ടിയിട്ട് നേതാക്കൾ തീരുമാനമെടുത്തത്. അങ്ങനെ ചേർത്തില്ല എങ്കിൽ പാർട്ടി ഛിന്ന ഭിന്നമായി പോകും എന്ന് അവർക്ക് ഉറപ്പാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് വിമർശനം വേണമെങ്കിലും രേഖപ്പെടുത്താം എന്ന പാർട്ടി സഖാക്കന്മാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തത്. എന്നാൽ ആ സ്വാതന്ത്ര്യം പോലും വിനിയോഗിക്കുവാനായിട്ട് പാർട്ടി സഖാക്കന്മാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും പാർട്ടിക്കകത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കോഴിക്കോട് വിശാല സമിതി യോഗം ചേരുന്നു. പാർട്ടിയിലെ പോഷക സംഘടനയിലെ ആൾക്കാരെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു യോഗം ചേരുന്നത്. എന്തായാലും അതൊരു പോർക്കളമായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിലുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ചും പിണറായി വിജയനെതിരെ ആയിരിക്കും അധികം അസ്ത്രങ്ങളും വരുന്നത്. പിണറായി വിജയന്റെ മകളോടുള്ള സ്നേഹം, കുടുംബത്തോടുള്ള സ്നേഹം, അത് പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നു. പാർട്ടിയുടെ താളം തന്നെ തെറ്റിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും പാർട്ടി അതുകൊണ്ട് തകർക്കപ്പെടുകയായിരുന്നു. 10 വർഷത്തെ ഭരണം പാർട്ടിയെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി. തുടർ ഭരണം കിട്ടിയത് നന്നായില്ല എന്ന് തന്നെയാണ് പാർട്ടിയിലെ പല നേതാക്കന്മാരുടെയും വാദം. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് പുതിയൊരു നേതൃമാറ്റം ആവശ്യമാണ്. ഒരുപക്ഷെ പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും തെറിക്കപ്പെട്ടേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. പാർട്ടിയെ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കുകയാണ്. പിണറായി വിജയൻ ഒരിക്കൽ അടിച്ചമർത്തി വെച്ച നേതാക്കന്മാർ തന്നെ ഇപ്പോൾ ഉയർത്തെഴുന്നേരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് EP ജയരാജന്റെയും അതോടൊപ്പം തന്നെ ശൈലജ ടീച്ചറിന്റെയും നേതൃത്വത്തിൽ പാർട്ടി സഖാക്കന്മാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതിന് കേന്ദ്ര നേതൃത്വത്തിന്റെ അനുഗ്രഹാശിസുകളുണ്ട്. PBയുടെ അനുഗ്രഹം ഉണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പണ്ട് പലതവണ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഭീഷണികൾ നേരിട്ടിട്ടുണ്ടെങ്കിലും, അതായത് MV രാഘവനെ പോലുള്ള ആൾക്കാർ തന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു ഘട്ടം എത്തിയിട്ടുണ്ടായിരുന്നു 1986 ബദൽ രേഖ വിഷയത്തിലുമായി ബന്ധപ്പെട്ടൊക്കെ. പക്ഷെ അന്ന് പോലും പാർട്ടിക്ക് വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. പിണറായി വിജയനെ പോലും ചോദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആൾക്കാർ തയ്യാറായി നിൽക്കുകയാണ്. കാരണം അത്രമേൽ പിണറായി വിജയൻ എന്ന നേതാവ് പാർട്ടിയെ നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് പാർട്ടിയുടെ സഖാക്കന്മാരുടെ വാദം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതി യോഗം ഒരു യുഗമാറ്റത്തിന് കൂടി തുടക്കമായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു നേതൃമാറ്റത്തിന് തുടക്കമായിരിക്കും. നേരത്തെ VS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും ഒന്നും ചോദ്യം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി അണികളോ നേതാക്കന്മാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. VS അച്യുതാനന്ദൻ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിപ്പോകുന്നത്. ഔദ്യോഗിക പക്ഷം പലതവണ VS അച്യുതാനന്ദനെ പല രീതിയിൽ വെട്ടുവാൻ നോക്കിയെങ്കിലും അദ്ദേഹം ഒരു നല്ല നേതാവായി തന്നെ മരണം വരെയും തുടർന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പല തെറ്റുകളും ഇന്ന് പാർട്ടിയെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വളരെ വലിയ മൃഗീയമായ രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. അതിന് ഒരു മാറ്റം ഉണ്ടാകണം. എന്തെങ്കിലും ചെറിയ വിമർശനങ്ങൾ ഉണ്ടായാൽ തന്നെ അസഹിഷ്ണുതയോടുകൂടി പ്രതികരിക്കുന്ന നേതൃത്വം പാർട്ടിക്ക് വേണ്ട എന്നാണ് ചില സഖാക്കന്മാരുടെ പക്ഷം. ഇപ്പോൾ തന്നെ ദേശാഭിമാനിയിൽ കള്ളൻ വിജയൻ എന്ന് പറയുന്ന ഒരു ലേഖനം വരുവാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അതിനെ പോലും തടയിടുന്ന ഘട്ടത്തോളം എത്തി. അതിനു മുന്നേ നേതാക്കന്മാർക്ക് നേരെ പ്രതിഷേധ കൊടി ഉയർത്തുമ്പോൾ, പ്രത്യേകിച്ച് പിണറായി വിജയന് നേരെയൊക്കെ പ്രതിഷേധ കൊടി ഉയർത്തുമ്പോൾ ആ പ്രതിഷേധത്തിനോട് വല്ലാത്ത ഭയമായിരുന്നു പിണറായി വിജയൻ. അതിന്റെ ഭാഗമായിട്ട് കരിങ്കൊടികളെന്നല്ല കറുത്ത വസ്ത്രം പോലും ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് മുന്നിലേക്ക് വരുന്നതിന് വിലക്കുണ്ടായിരുന്നു. ആ രീതിയിലുള്ള അസഹിഷ്ണുതയുള്ള നേതാക്കന്മാർ ഇനി പാർട്ടിയിൽ വേണ്ട എന്നാണ് നേതാക്കന്മാരുടെയും അണികളുടെയും പ്രധാനപ്പെട്ട വിമർശനം. എന്തായാലും ഈ വിമർശനം പാർട്ടിയെ പൂർണ്ണമായും മാറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അങ്ങനെ മാറ്റുന്നതോടൊപ്പം പാർട്ടി ഇങ്ങനെ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി തന്നെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം ബംഗാളിലുള്ള അനുഭവം അവർക്കുണ്ട്. ബംഗാളിലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം സംഭവിക്കുന്നതെങ്കിലും ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചാൽ പാർട്ടിയെ പൂർണ്ണമായും ശിഥിലീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഛിന്ന ഭിന്നമാക്കുന്ന രീതിയിൽ പല നേതൃത്വങ്ങൾ ഉയർന്നു വരുമോ, അല്ലെങ്കിൽ വിഭാഗീയമായി ഏതെങ്കിലും പാർട്ടി പിളർപ്പിലേക്ക് നയിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട വസ്തുത. എന്തായാലും പാർട്ടി സംസ്ഥാന സമിതി യോഗം ഒരു പോർക്കളമായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്.